ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ നമുക്ക് ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വെച്ചാൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന 3 പേപ്പറിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആദ്യത്തെ പേപ്പറിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടോപ്പിക്ക്, പ്രിലിമിനറി വർക്ക് ആൻഡ് ടാക്സ് പെയർ ഡാറ്റ. നമ്മൾ ഇതിനു മുന്നത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു എൻറോൾഡ് ഏജന്റ് എക്സാം എഴുതി അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്സായിട്ട് ഇപ്പം നമ്മൾ സെൽഫായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫേമിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു എൻറോൾഡ് ഏജന്റ് അല്ലെങ്കിൽ US ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മളുടെ അടുത്ത് ക്ലയൻസ്, അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സ്, ഇൻഡിവിജ്വൽസ്, നമ്മുടെ കസ്റ്റമർ ഒക്കെ വന്നിട്ട് അവർക്ക് ടാക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു എൻറോൾഡ് എക്സാം എഴുതി 3 പേപ്പർ എഴുതി അതൊക്കെ പാസ്സായി ലൈസൻസ് എടുത്തു. നമ്മൾ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ലയൻസ് വരും, അവർക്ക് ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ക്ലയൻസ് വരും. ക്ലയൻസ് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ കാറ്റഗറൈസ് ചെയ്യണം. അവർ ഒരു ബിസിനസ് എൻറ്റിറ്റി ആണോ അതോ ഒരു ഇൻഡിവിജ്വൽ ആണോ എന്ന്. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, യൂഷ്വലി അതൊരു ജോയിന്റ് വെഞ്ചർ ആവാം, അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുന്ന സെൽഫ് പ്രൊപ്പർണർഷിപ്പ് പോലത്തെ എന്തെങ്കിലും ഫേംസ് ആവാം. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഓരോ വ്യക്തികള്, അതിപ്പോ മാരീഡ് ആയിരിക്കാം, അല്ലാതെ സിംഗിൾ ആയിരിക്കാം, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആയിരിക്കാം, മീൻസ് ഒരു വീട്ടിൽ ചുമതല മൊത്തം നോക്കുന്ന വ്യക്തി, അങ്ങനെ ആയിരിക്കാം, അങ്ങനത്തെ വ്യക്തികൾ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക അവരെങ്ങനെ ഇൻഡിവിജ്വൽ ആണോ ബിസിനസ് എൻറ്റിറ്റി ആണോ എന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പ്രിലിമിനറി വർക്ക് ആൻഡ് ടാക്സ് പെയർ ഡാറ്റയാണ്. ഡാറ്റ കളക്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ EA ഷുഡ് ടേക്ക് when handling an IRS audit or in analyzing a tax problem presented by a client is identifying the tax issue or issues that the facts present ആണ്. സോ ഫസ്റ്റ് വരുന്നത് പ്രോബ്ലം അനലൈസിങ് ആണ്. മീൻസ് അവരുടെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അവർ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്, ഇപ്പോൾ അവർ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ തരുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതിന് നമ്മൾ നേരത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ എത്ര പേര് പങ്കെടുത്തു എന്നറിയില്ല, അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കമ്പയർ ചെയ്യണമെന്ന്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ഓരോ വർഷവും നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. സോ ഓരോ കഴിഞ്ഞ വർഷങ്ങളിലെയും ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺസിന്റെ കോപ്പി വെച്ചിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ അഡീഷണൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് പോവാം. അതല്ല എന്തെങ്കിലും മിസ്റ്റേക്കോ ഫ്രോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകള്, എമിഷൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് അറിയിക്കണം, ക്ലയന്റിനോട് ആവശ്യപ്പെടണം, ഇങ്ങനെയുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്ലയന്റ് ആ തെറ്റ് തിരുത്താൻ അതൊന്നും കുഴപ്പമില്ല, അത് വെച്ചിട്ട് തന്നെ ചെയ്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പൈസ വാങ്ങി എന്നാ ശരി ആയിക്കോട്ടെ, എന്തായാലും പൈസ കിട്ടുന്ന പരിപാടിയല്ലേ എന്ന് വെച്ച് നമ്മളത് മുന്നോട്ട് പോകരുത് ഒരിക്കലും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം IRS ഒരു ഓഡിറ്റ് നടത്തുന്നതാണ്. ഹാൻഡ്ലിങ് ആൻഡ് IRS ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ IRS ഓഡിറ്റ് നടത്തും. IRSന്റെ മുന്നിൽ നമ്മൾ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് ഫയൽ ചെയ്യുമ്പോൾ IRS അത് സൂക്ഷ്മമായി നിരീക്ഷിക്കും, അവരൊരു ഓഡിറ്റ് നടത്തും. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ചാൽ ഈ ടാക്സ് പെയറിന് അല്ല കൂടുതൽ ഇഷ്യൂ വരിക, നമുക്കാണ് ഇഷ്യൂ വരിക. ഓക്കെ, അതിന് പെനാൾട്ടി ചാർജസ്, അതിന്റെ ഒരുപാട് കുറെ പെനാൾട്ടി വരുന്നുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ നമുക്ക് ആ ലൈസൻസ് തന്നെ റദ്ദാക്കും അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരുപാട് ഇഷ്യൂ വരുന്നുണ്ട്. സോ നല്ലോണം ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ലോണം ഓരോ ഡാറ്റയും നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കേസ് പിടിക്കാൻ പാടുള്ളൂ. പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാ കേസും കൂടെ ഒറ്റയടിക്ക് എടുക്കാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടെങ്കിൽ, നമുക്കത് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എസ് പറയാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. Once a new client issue arises, the EA must determine whether he or she has the technical knowledge and expertise to handle the questions that will arise, or whether the EA, through research and study,
can master the tax issues, the facts present. If the EA does not have the technical knowledge to address the client's issues and cannot put himself or herself in a position through study and research to master the questions, then he or she should probably refer the client to another tax practitioner or obtain the help of a more experienced tax practitioner. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്ലയന്റ് ആണെന്നിരിക്കുക, മീൻസ് അവർ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവര് മുൻകാലങ്ങളിൽ ചെയ്ത് ടാക്സ് ഫയൽ ചെയ്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയത് കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം കൂട്ടി കാണിച്ചത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് IRS പറയല്ല വേണ്ടേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലയന്റിനോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ ടാക്സ് പേയറിനോട് ചോദിക്കുക. ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ ഇന്ന പോലെ ഒരു മിസ്സിങ് കണ്ടു, അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ടു, ഇൻകം കുറച്ച് കൂട്ടി കാണിച്ചു, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കാണിച്ചതാണോ അതോ അറിയാതെ വന്നു പോയതാണോ ചോദിക്കുക. ചില ക്ലയൻസ് സത്യസന്ധമായ ഉത്തരം നൽകും, ചിലവര് അങ്ങനെ ചെയ്യില്ല. എന്നിരുന്നാൽ കൂടെ നമ്മൾ അത് ചോദിക്കുക നമ്മുടെ കടമയാണ്. അപ്പൊ അവർ പറയുവാണ് ഞാൻ അറിഞ്ഞു ചെയ്തതാണ്, കുറച്ച് ഇൻകം മീൻസ് കൂട്ടി കാണിക്കാൻ വേണ്ടി തനിക്ക് ഞാൻ കുറച്ച് കാശ് കൂടുതൽ തരാം, തരാതെ അങ്ങനെ തന്നെ IRS മുന്നിൽ അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ IRS ലാസ്റ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്കാണത് ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് വരാം. സോ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഇത് തെറ്റ് തിരുത്തി കറക്റ്റ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റണം. സോ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് താ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് താ, നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇനിയിപ്പോൾ ചില സമയത്ത് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളിപ്പം മുൻ വർഷങ്ങളിലെ ടാക്സ് ഫയൽ ചെയ്തതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് മിസ്സിങ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ what we have to do is we have to refer the client to another tax practitioner or obtain the help of a more experienced tax practitioner ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ ചെയ്യണം, ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യും, IRS മുന്നിൽ ഞാൻ ഇത് എങ്ങനെ അവതരിപ്പിക്കും എന്ന് നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, കാശിന് വേണ്ടി നിൽക്കരുത്, നമ്മൾ വേറൊരു ടാക്സ് പ്രാക്ടീഷണറെ റെഫർ ചെയ്യാം. നിങ്ങൾ അവിടെ പൊക്കോളൂ, എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൂടുതൽ വരാം, അതുകൊണ്ട് നിങ്ങൾ വേറെ ടാക്സ് പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. നമുക്ക് പറ്റുന്ന കേസുകൾ മാത്രമേ പിടിക്കാവൂ. പൈസ കിട്ടുമെന്ന് പറഞ്ഞ് പറ്റാത്ത കേസുകളൊക്കെ വലിച്ചു വാരി എടുത്തിട്ട് അവസാനം നമുക്ക് തന്നെ ഭവിഷ്യത്ത് വരും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന വെച്ച് കഴിഞ്ഞാല്, in order to represent a client before the IRS, in addition to having the appropriate power of attorney, the enrolled agent must possess the competence, expertise, and time to handle the tax issue. സോ പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് നമ്മൾ EA ഇല്ലേ, എൻറോൾഡ് ഏജന്റ് എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ലൈസൻസ് എടുക്കും. നമ്മൾ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ എൻറോൾഡ് ഏജന്റ് ആവൂ, അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് ടാക്സ് പ്രാക്ടീഷണർ ആവൂ. നമ്മൾ എക്സാം എഴുതി 3 പേപ്പർ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു ലൈസൻസ്ഡ് ടാക്സ് പ്രാക്ടീഷണർ ആവില്ല. അതിനുശേഷം നമ്മൾ ലൈസൻസ് എടുക്കണം. എൻറോൾഡ് ഏജൻസിന്റെ ഒരു ഇന്റർനാഷണൽ സൈറ്റ് ഉണ്ട്. സോ അതിനകത്ത് കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ലൈസൻസ് കിട്ടത്തുള്ളൂ. സോ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളൊരു പ്രൊഫഷണൽ പ്രാക്ടീഷണർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്കിപ്പോൾ ക്ലയൻസിനെ പിടിക്കുന്ന പരിപാടിയുണ്ട്, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുണ്ടെങ്കിലാണ് നമുക്കൊരു ടാക്സ് പേയറെ പ്രതിനിധീകരിച്ചുകൊണ്ട് IRS മുന്നിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ പവർ ഓഫ് അറ്റോർണി മാത്രം പോരാ, വേറെ എന്തൊക്കെ വേണമെന്നാ പറയുന്നത്, എൻറോൾഡ് ഏജന്റ് മസ്റ്റ് പോസസ് കോമ്പിറ്റൻസ്, എക്സ്പെർട്ടൈസ് ആൻഡ് ടൈം ടു ഹാൻഡിൽ ആണ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സസ്, അതുപോലെ തന്നെ ബുക്കുകൾ, പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ്, ഇതെല്ലാം ഇതെല്ലാം പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കി പോയാലും നമുക്ക് ഒരു ക്ലയന്റിനെ കറക്റ്റായി പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഓരോ വർഷങ്ങളിലും US ടാക്സ് ലോസ് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ വർഷം തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സാംസ് എന്ന് പറയുന്നതും അത്ര വലിയ എളുപ്പമൊന്നുമല്ല. കാരണം അവർ പെട്ടെന്നാണ് ടാക്സ് ലോസിലൊക്കെ ഡിഫറൻസ് കൊണ്ടുവന്നത്, ചേഞ്ചസ് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ വലിയ വലിയ ചേഞ്ചസ് അല്ല, കുറെ ഒരു ചെറിയ പോയിന്റ് ചേഞ്ചസ് ആണ്, പെർസെൻറ്റേജ് ചേഞ്ചസ് ആണ്, എങ്കിൽ പോലും എമൗണ്ടിലും പെർസെൻറ്റേജിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എപ്പോഴും. നമ്മളൊരു എൻറോൾഡ് ഏജന്റ് കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷങ്ങളിലും US ടാക്സ് ലോസിനെ കുറിച്ച്, അവിടുത്തെ ടാക്സ് എമൗണ്ടിനെ കുറിച്ച്, എത്ര പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എമൗണ്ട്, എത്ര പെർസെൻറ്റേജ് എമൗണ്ട് കുറച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധേഡ് ആയിരിക്കുക, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എക്സ്പെർട്ടൈസ് ആവാൻ പറ്റൂ. മീൻസ് ഇപ്പോൾ ഒരു ക്ലയന്റ് വന്നിട്ട് കുറച്ച് പള്ളി പിടിച്ച ഒരു കേസാന്ന് വിചാരിക്കുക, കുറച്ച് ഡിഫിക്കൽട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യാന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് എക്സ്പെർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ടൈമാണ്. കാരണം ഇപ്പോൾ അറ്റ് എ ടൈം നമ്മുടെ അടുത്തൊരു 4-5 ക്ലയന്റ് വന്നു എന്ന് വിചാരിക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയൊന്നും അല്ല ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. നല്ല സമയം എടുക്കും, പേപ്പർ വർക്കൊക്കെ ചെയ്ത് അത് കമ്പയർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ, മിസ്സിംഗ് ഉണ്ടോ, ഫ്രോഡ് ഉണ്ടോ, ഇറർ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒരാളുടെ തന്നെ IRS മുന്നിൽ ആ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, April 15 കട്ട് ഓഫ് ഡേറ്റ്. ഈ April 15 മുന്നേ ഈ 4-5 ക്ലയൻസിന്റെ പേപ്പർ വർക്ക് എല്ലാം തീർത്ത് അതെല്ലാം കമ്പയർ ചെയ്ത് പിന്നെ ഇറർ എൻഡിങ് അത് റെക്ടിഫൈ ചെയ്ത് പിന്നെയും തിരുത്തി എഴുതി ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. സോ പൈസ കിട്ടുമല്ലോ, നമുക്ക് വരുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അവസാനം അതിൻ്റെ ഇതില്ലാത്തൊരവസ്ഥ വരും അല്ലേ? ആ വന്ന ക്ലയൻസിനെല്ലാം നമ്മൾ പിടിച്ചിട്ട് അവസാനം April 15 ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയുകയാണോ, അയ്യോ ചെയ്യാൻ പറ്റിയില്ലല്ലോ, പൈസ വാങ്ങിച്ചെടുത്തിട്ട് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല, അവർ കേസ് കൊടുക്കും നമുക്കെതിരെ, അത് വലിയ ഇഷ്യൂ ആവും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ നമുക്കത് സോൾവ് ചെയ്യാൻ ടൈം ഉണ്ടോ എങ്കിൽ മാത്രമേ ക്ലയന്റിനെ പിടിക്കാവൂ, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുമോ എങ്കിൽ മാത്രമേ നമ്മൾ ഒരു കേസ് വന്നാൽ അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ക്ലയന്റ് വന്ന് അവരുടെ കേസ് പറയാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഡോക്യുമെന്റേഷൻ ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. ഷുഡ് കൺസിഡർ ദ പൊട്ടൻഷ്യൽ ഫോർ ക്രിമിനൽ ആസ്പെക്ട്സ് ആണ്. ഡോക്യുമെന്റേഷൻ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യത്തിനും ഡോക്യുമെന്റ്സ് വേണം. നമ്മൾ ആണെങ്കിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കാര്യത്തിനും ഡോക്യുമെന്റ്സ്, ദാറ്റ് മീൻസ് പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഡോക്യുമെന്റേഷൻ. നമ്മൾ ഒരുപാട് ഫോം ഉണ്ട്, 1040, W2, 8849, 430, അങ്ങനെ ഒരുപാട് ഫോംസ് ഉണ്ട്. സോ നമ്മൾ ഓരോന്ന്, ഇപ്പൊ ഇൻകം ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു ഇൻകം നമ്മൾ എവിടെയെങ്കിലും ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻകം ഡിഡക്ട് ചെയ്തത്, അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്തു, ഏത് അസറ്റാണ് പർച്ചേസ് ചെയ്തത്, എത്രയാണ് അതിന്റെ റേറ്റ്, കാര്യങ്ങൾ, അപ്പൊ അതെല്ലാം കാണിക്കുന്ന ഓരോന്നിനും ഓരോ ഡോക്യുമെന്റ് വേണം, എന്നാൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ട് മാറുള്ളൂ. പിന്നെ ഷുഡ് കൺസിഡർ ദ പൊട്ടൻഷ്യൽ ഫോർ ക്രിമിനൽ ആസ്പെക്ട്സ് ആണ്. ക്രിമിനൽ ആസ്പെക്ട്സ് അതായത് ഈ വരുന്ന ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ ക്ലയന്റ്, അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ, അവർ ഈ നേരത്തെ ഇങ്ങനെ ഫ്രോഡ് പണി കാണിച്ച് പണി വാങ്ങി തന്നവരാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. വരുന്ന ക്ലയൻസിനെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് ചുരുക്കം. അവർ എങ്ങനെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മീൻസ് അവർ നല്ല രീതിക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നല്ല രീതിക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് മുന്നോട്ട് പോയവരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയ ആൾക്കാരാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കേസ് പിടിക്കാവൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ കണ്ണു അടച്ച് ഓക്കെ ഞാൻ ഇത്ര പൈസ തരാം എന്ന് പറയുമ്പോൾ, ഓ ശരി ഇത്ര പൈസ കിട്ടിയല്ലോ, നമുക്ക് ആ ക്ലയന്റിനെ പിടിക്കാം, ആ ക്ലയന്റിന്റെ പേപ്പർ വർക്കൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് പൈസ വാങ്ങി പറഞ്ഞു വിടാം. അതല്ല, ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുക, അയാള് മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, സത്യസന്ധമായി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണോ, അല്ല എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അയാൾ എന്തെങ്കിലും ഫ്രോഡ് പണിയൊക്കെ കാണിച്ച് പണി വെച്ചിരിക്കുന്ന ഒരാളാണോ നോക്കാം. അങ്ങനെയൊന്നുമില്ല, നല്ല ആളാണെങ്കിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുക, മുൻ വർഷങ്ങളിലെ ടാക്സ് റിട്ടേൺസിന്റെ കോപ്പി ചോദിക്കുക, തന്നില്ല എന്നുണ്ടെങ്കിൽ IRS കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ പറയുക. എന്നിട്ട് ആ കോപ്പിയും പിന്നെ ഈ വർഷത്തെ അയാൾ തന്ന ഡീറ്റെയിൽസും കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നന്നായി അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അതാണ് എക്സ്പെർട്ടൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ
പറ്റും. എത്ര ടഫ് ഡിഫിക്കൽട്ടി വന്നാൽ പോലും നമുക്ക് ആ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ മാത്രം ഓരോ കേസ് പിടിക്കാം. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്.